ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് തായ് കിഴവി എന്ന് പറയുന്ന തമിഴ് മൂവിയാണ്. കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് പെന്നിക്കുക്ക് എന്ന് പറയുന്ന ഒരാളെയാണ്. വയസ്സ് ഒരുപാടുണ്ടെങ്കിലും അയാളുടെ വിവാഹം ഇതുവരെ നടന്നിട്ടുണ്ടായിരുന്നില്ല. ഗ്രാമത്തിലെ എല്ലാവരും കുടുംബവും കുട്ടിയൊക്കെ ആയിട്ട് ജീവിക്കുന്ന കാണുമ്പോൾ പെന്നിക്കുക്കിനും അതുപോലെ ഒരു വിവാഹമൊക്കെ കഴിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അയാൾ എത്ര പെണ്ണ് കണ്ടിട്ടും ഒന്നും ശരിയാകുന്നുണ്ടായിരുന്നില്ല. അതേസമയം തന്നെ ആ ഗ്രാമത്തിലെ പൗനത്തായി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വീടാണ് കാണിക്കുന്നത്. ആ നാട്ടില് ഒരുപാട് പേർക്ക് പലിശയ്ക്ക് കാശ് കൊടുക്കുന്ന ഒരു സ്ത്രീയായിരുന്നു പൗനത്തായിയുടെ കൂടെ ഇപ്പോൾ അവരുടെ മകളും ചെറുമകനും മാത്രമാണുള്ളത്. സ്ത്രീധനത്തിന്റെ പേരില് മരുമകൻ പൗനത്തായിയുടെ മകളെ പല രീതിയിലും ടോർച്ചർ ചെയ്യുകയും അങ്ങനെ അയാളുമായിട്ട് പിരിഞ്ഞിട്ടാണ് പൗനത്തായിയുടെ മകൾ ഇവിടെ നിൽക്കുന്നത്. പൗനത്തായി ആകട്ടെ എല്ലാ കാര്യത്തിലും അവരുടേതായ അഭിപ്രായങ്ങളുള്ള സ്ത്രീയായിരുന്നു. അമിതമായിട്ട് കറണ്ട് ചെലവാക്കുന്നതും കാശ് ചെലവാക്കുന്നതും ഒന്നും തന്നെ അവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് ചെറുമകൻ എപ്പോഴും TV കണ്ട് കറണ്ട് കളയുമ്പോൾ അവനോട് പോയിരുന്ന് പഠിക്കാൻ പറയും. കുറച്ച് നാളുകൾക്ക് മുമ്പേ പൗനത്തായിയുടെ ഹസ്ബൻഡ് മരിച്ചുപോയതാണ്. പൗനത്തായി പലിശക്കാശ് പിരിക്കാൻ പുറത്തേക്കിറങ്ങുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമത്തിലെ എല്ലാവരും വീടിനകത്ത് കയറി കഥ കടയ്ക്കും. അതല്ലെങ്കിൽ തങ്ങളുടെ കഴുത്തിലോ കാതിലോ ഒക്കെ കിടക്കുന്ന സ്വർണം ഊരി മാറ്റിവെക്കും. പലിശ കൊടുത്തില്ലെങ്കിൽ അവർ സ്വർണവും പിടിച്ചു വാങ്ങി പോകുമെന്ന് ആ ഗ്രാമത്തിലുള്ളവർക്ക് പേടിയുണ്ടായിരുന്നു. കുറെ പേരൊക്കെ പേടിച്ചിട്ട് കറക്റ്റ് ആയിട്ട് അവർക്ക് പലിശ കൊടുക്കാറുണ്ട്. വേറെ ചിലരൊക്കെ കുറെ ആയിട്ട് പലിശ കൊടുക്കുന്നുമില്ല. അവരെയൊക്കെ ഒന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് പൗനത്തായി വീണ്ടും മുന്നോട്ട് നടക്കുന്നത്. ആ നാട്ടിലെ എല്ലാവർക്കും പൗനത്തായിയുടെ ദേഷ്യവും വെറുപ്പുമായിരുന്നു. ഇവരെങ്ങനെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയെന്നായിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ ഈ കൊടുക്കാനുള്ള കാശൊന്നും അവർക്ക് തിരിച്ചു കൊടുക്കണ്ടല്ലോ. പക്ഷേ കൂട്ടത്തില് പെന്നിക്കുക്കിന് മാത്രമാണ് പൗനത്തായിയോട് കുറച്ചെങ്കിലും സ്നേഹമുള്ളത്. പൗനത്തായിക്കും അയാളോട് അങ്ങനെയായിരുന്നു. ഓരോ തവണയും പെണ്ണ് കണ്ടിട്ട് വരുമ്പോൾ ഇതെങ്കിലും നടക്കുമെന്ന് പലപ്പോഴും പൗനത്തായി പെന്നിക്കുക്കിനോട് ചോദിക്കാറുണ്ട്. എന്നാൽ പെന്നിക്കുക്കിന്റെ വിവാഹം ഒന്നും തന്നെ ശരിയായില്ല. പലിശ കിട്ടുന്ന കാശെല്ലാം തന്നെ പൗനത്തായി തന്റെ അക്കൗണ്ടിൽ കൊണ്ടിടും. ആവശ്യത്തിനനുസരിച്ച് ചെലവാക്കുകയും ചെയ്യും. ജോലിയൊന്നും എടുക്കാതെ അനാവശ്യമായിട്ട് പലയിടത്തും വെള്ളമടിച്ചും ചീട്ട് കളിച്ചിരിക്കുന്ന ആൾക്കാരെ പോലും പൗനത്തായി ഭീഷണിപ്പെടുത്തി ഓടിക്കുമായിരുന്നു. പോയി എന്തെങ്കിലും പണിയെടുത്ത് കുടുംബം നോക്കാൻ പറഞ്ഞിട്ട്. ആ നാട്ടിലൊരു കുടിയനുണ്ടായിരുന്നു. അയാൾക്കായിരുന്നു പൗനത്തായിയുടെ ഏറ്റവും ദേഷ്യം. എപ്പോഴും പൗനത്തായി അയാളെ വഴക്കും പറയും. കാശ് തിരിച്ചു കൊടുക്കാത്തതിന് അയാളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യും. സഹിക്കിട്ട് എല്ലാവരും ഇവര് മരിച്ചാൽ മതിയെന്ന് ആഗ്രഹിച്ചിരുന്നത്. ഇത്രയും പ്രായമായിട്ടും വേറെ പലരും മരിച്ചിട്ടും ഇവര് മാത്രം മരിക്കാത്തതിൽ ആ ഗ്രാമത്തിലുള്ളവർക്ക് വിഷമമുണ്ടായിരുന്നു. അങ്ങനെ അന്ന് രാത്രി ആ കുടിയനാകട്ടെ അവർ ആരാധിക്കുന്ന കറുപ്പൻ എന്ന് പറയുന്ന സ്വാമിയുടെ അടുത്ത് പോയി എങ്ങനെയെങ്കിലും ആ സ്ത്രീ മരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെയായി. സാധാരണ 7 മണിക്കാണ് പൗനത്തായി ഉണർന്നെഴുന്നേറ്റ് വരുന്നത്. പക്ഷെ അന്ന് 7 മണിയായിട്ടും പൗനത്തായി താഴേക്ക് വരാത്തത് കാരണം ചെറുമകൻ പോയി നോക്കുമ്പോൾ കാണുന്നത് പൗനത്തായി പാതി ബോധത്തിൽ കിടക്കുന്നതാണ്. അവർക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. സ്ട്രോക്ക് വന്ന പോലെയായിരുന്നു അവർ കിടന്നിരുന്നത്. ആ കുട്ടി ബഹളം വെക്കാൻ തുടങ്ങി. അത് കേട്ട് പൗനത്തായിയുടെ മകൾ സുരുളിയും ഗ്രാമത്തിലുണ്ടായിരുന്ന ആൾക്കാരും എല്ലാം പൗനത്തായിയുടെ റൂമിലേക്ക് ഓടി വന്നു. പൗനത്തായിയുടെ അവസ്ഥ കണ്ട് ആകെ സങ്കടം തോന്നിയത് പൗനത്തായിയുടെ മകൾക്ക് മാത്രമാണ്. ഗ്രാമത്തിലുള്ള ബാക്കി എല്ലാവരും സന്തോഷിക്കുകയായിരുന്നു. ഇവർ ഈ അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവർ മരിക്കുമെന്ന് എല്ലാവരും വിശ്വസിക്കാൻ തുടങ്ങി. പുറമേ ചെറിയ വിഷമമൊക്കെ കാണിച്ചെങ്കിലും പരസ്പരം അവർ സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി അധിക നേരമൊന്നും ഉണ്ടാവില്ല, പൗനത്തായി ഉടനെ മരിക്കുമെന്ന് എല്ലാവരും പറഞ്ഞു ചിരിക്കാൻ തുടങ്ങി. ആ കുടിയനാകട്ടെ ഈ ഒരു വാർത്ത കേട്ട് ശരിക്കും ഞെട്ടി. തലേന്ന് അയാൾ പ്രാർത്ഥിച്ചത് അതുപോലെ നടന്നിരിക്കുന്നു. ദൈവം തന്റെ വിളി കേട്ടു എന്നാണ് അയാൾ എല്ലാവരോടും പറയുന്നത്. ഇതൊന്നും അറിയാതെ പെന്നിക്കുക്കാകട്ടെ ഒരു ബ്രോക്കറിന്റെ അടുത്ത് പോയിട്ട് തന്റെ പുതിയ ഫോട്ടോ കൊടുക്കുകയായിരുന്നു. ഏതെങ്കിലും നല്ല ആലോചന കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട്. എന്നാൽ ആ ബ്രോക്കർ പറയുന്നത് ഒരു പെൺകുട്ടിയുണ്ട്, 3 തവണ കല്യാണം കഴിഞ്ഞിട്ട് ഡിവോഴ്സ് ആയിട്ട് നിൽക്കുക. പക്ഷെ 12 പവൻ അങ്ങോട്ട് കൊടുത്താലേ ആ പെണ്ണ് കല്യാണത്തിന് സമ്മതിക്കുമെന്ന്. ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കിട്ടിയാൽ മതി എന്നായിരുന്നു പെന്നിക്കുക്കിന്. അയാളുടെ കയ്യിൽ ആകെ 2 പവനേ ഉള്ളൂ. 10 പവൻ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചാൽ ഈ കല്യാണം നടക്കും. അങ്ങനെ അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരാൾ വന്ന് പൗനത്തായിയുടെ അവസ്ഥയെ പറ്റി പറയുന്നത്. ആകെ ടെൻഷനായിട്ട് പെന്നിക്കുക്ക് അവിടേക്ക് ഓടി ചെല്ലുന്നു. കൂടെ ഒരു വൈദ്യനെയും കൊണ്ടാണ് പെന്നിക്കുക്ക് പോയത്. എന്നാൽ ഇത് കണ്ട് അവിടെ നിന്ന് എല്ലാവരും പെന്നിക്കുക്കിനെ വഴക്ക് പറയുന്നു. പൗനത്തായിയെ പെന്നിക്കുക്കും കാണും ഈ വൈദ്യനെ കൊണ്ട് രക്ഷിച്ചു കഴിഞ്ഞാൽ അവർ വീണ്ടും പഴയപടിയാകും. വീണ്ടും പലിശ ചോദിച്ച് ഈ ആൾക്കാരുടെ അടുത്ത് വരും. അതുകൊണ്ടായിരുന്നു ഈ ആൾക്കാരെ എതിർത്തത്. ആ വൈദ്യൻ നോക്കിയിട്ട് പറയുന്നുണ്ട് ഇന്ന് രാത്രി താണ്ടി അവർ ജീവിച്ചിരിക്കുമെന്ന് തോന്നുന്നില്ല, അവരുടെ അവസ്ഥ അത്രയ്ക്ക് മോശമാണെന്ന്. ഇത് കേട്ട് എല്ലാവരും സന്തോഷിക്കുന്നു. പൗനത്തായിക്ക് ഈ സുർലി എന്ന് പറയുന്ന മകളെ കൂടാതെ വേറെ 3 ആൺമക്കൾ കൂടിയുണ്ട്. അതിലൊരാളാണ് സൗണ്ട് ടെക്നീഷ്യനായ ഉപ്ലിയാൻ. മറ്റൊരാൾ ഒരു ഓട്ടോക്കാരനായിരുന്നു. അയാളുടെ പേര് വിജയൻ എന്നാണ്. മൂന്നാമത്തെ ആളുടെ പേര് സെൽവം എന്നാണ്. അവൻ ഫ്ലവർ ഷോപ്പ് നടത്തുന്ന ആളായിരുന്നു. ഈ 3 പേർക്കും കാശിനോട് കുറച്ച് ആർത്തിയുള്ള കൂട്ടത്തിലായിരുന്നു. പൗനത്തായിയുടെ അവസ്ഥ അറിഞ്ഞിട്ട് ഇവരെല്ലാവരും തങ്ങളുടെ ഭാര്യമാരെ കൂട്ടി പൗനത്തായിയുടെ വീട്ടിലേക്ക് വരുന്നു. സുരുളി തന്റെ സഹോദരന്മാരുമായിട്ട് അത്ര നല്ല റിലേഷൻഷിപ്പിലല്ലായിരുന്നു. അവർക്കിടയിലും പരസ്പരം വലിയ സംസാരമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവർക്കിടയിൽ എന്താ സംഭവിച്ചതെന്ന് നാട്ടുകാരിൽ പലരും ചോദിക്കുമ്പോൾ ഒരാൾ പറയുന്നുണ്ട് കുറെ നാളുകൾക്ക് മുമ്പ് പൗനത്തായിയുടെ അച്ഛൻ മരിച്ച ദിവസം അവിടെ വലിയ വഴക്ക് നടന്നുവെന്ന്. പൗനത്തായിയുടെ മക്കളെല്ലാം സ്വത്ത് പിരിക്കണമെന്നും അവരവരുടെ പങ്ക് തരണമെന്നും പറഞ്ഞു. അതിന്റെ പേരിൽ വലിയ അടിയായിരുന്നു നടന്നത്. എന്നാൽ കല്യാണം കഴിഞ്ഞ സമയത്ത് അവർക്കെല്ലാം ആവശ്യത്തിനുള്ള കാര്യങ്ങൾ കൊടുത്തതാണ്. ആ വീടൊരിക്കലും ഇവർക്ക് കൊടുക്കില്ലാന്ന് പൗനത്തായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടാതെ കല്യാണം കഴിഞ്ഞ സമയത്ത് സുർലിക്ക് കൊടുക്കാനുള്ളതിൽ 3 പവൻ കുറച്ചാണ് കൊടുത്തതെന്ന് പറഞ്ഞിട്ട് സുർലിയുടെ ഹസ്ബൻഡ് പൗനത്തായിയുടെ വഴക്കിടുന്നു. ഇതിന്റെ പേരിൽ പലതവണ സുർലിയെ അയാൾ അനാവശ്യമായിട്ട് ഓരോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിനക്കെന്റെ മകളെ നോക്കാൻ വയ്യെങ്കിൽ അവൾ ഇവിടെ തന്നെ നിന്നോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പൗനത്തായി സുർലിയെയും തന്റെ ചെറുമകനെയും തന്റെ കൂടെ നിർത്തിയത്. തരാനുള്ള 3 പവൻ തന്നെങ്കിൽ
മാത്രമേ നിങ്ങളുടെ മകളെ ഞാൻ കൊണ്ടുപോകൂന്ന് പറഞ്ഞിട്ട് സുർലിയുടെ ഹസ്ബൻഡും അവരെ തിരിച്ചു വിളിച്ചുകൊണ്ടുപോകാൻ നിന്നില്ല. തന്റെ മകൾക്ക് ആദ്യം കൊടുത്ത സ്വർണ്ണമെല്ലാം ഇവിടെ കൊണ്ടുവന്ന് കാണിക്കുകയാണെങ്കിൽ ആ 3 പവൻ കൂടി താൻ തരാമെന്ന് പൗനത്തായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ സ്വർണ്ണമെല്ലാം വിറ്റു തൊളിച്ചിട്ടാണ് സുർലിയുടെ ഹസ്ബൻഡ് വീണ്ടും സ്വർണത്തിന് വേണ്ടി ഇവിടെ വന്നത്. അതുകൊണ്ടാണ് പൗനത്തായി അയാൾക്ക് ആ 3 പവൻ കൊടുക്കാത്തത്, അല്ലാതെ അവരുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടായിരുന്നില്ല. ഇപ്പോഴുള്ള ഈ വീടും സ്വത്തും എല്ലാം നിങ്ങളുടെ പേരിൽ എഴുതി തന്നു കഴിഞ്ഞാൽ അവസാനം നിങ്ങളെല്ലാവരും എന്നെ പുറത്താക്കുമെന്നും ഈ മരുമക്കളുടെ അടുത്ത് ഒരു നേരത്തെ ആഹാരത്തിന് ഞാൻ കെഞ്ചണമെന്നും പൗനത്തായി പറയുന്നു. അതൊക്കെ കൊണ്ട് പൗനത്തായി അപ്പോൾ സ്വത്ത് പിരിച്ചു കൊടുത്തില്ല. അതിന്റെ പേരിലാണ് ആ 3 മക്കളും പൗനത്തായിയുടെ വഴക്കിട്ട് അവിടെ നിന്നും പോയത്. ഇപ്പോൾ തളർന്നു കിടക്കുന്ന പൗനത്തായി എത്രയും പെട്ടെന്ന് മരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഇളയ മകൻ സെൽവനാകട്ടെ കറുപ്പുസ്വാമിയുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെ കത്തിച്ചു വെച്ച വിളക്ക് അണയുന്നതിന് മുമ്പ് അവർ മരിക്കണമെന്നാണ് സെൽവൻ പ്രാർത്ഥിക്കുന്നത്. തളർന്നു കിടക്കുന്ന പൗനത്തായി എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. കൈകൊണ്ട് 3 എന്ന് ആംഗ്യം കാണിക്കുന്നുണ്ടായിരുന്നു. എന്താണതെന്ന് ആർക്കും മനസ്സിലായില്ല. ആ സമയം അവിടേക്ക് ഗോൾഡ് കുമാർ എന്ന് പറയുന്ന ഒരാൾ വരികയും പെന്നിക്കുക്കിനോട് എന്തോ അയാൾ പറയുകയും ചെയ്യുന്നു. അത് കേട്ട് ഞെട്ടിത്തരിച്ച് പെന്നിക്കുക്ക് പൗനത്തായിയുടെ 3 മക്കളെയും മാറ്റി നിർത്തി അവരോട് സംസാരിക്കുന്നു. നിങ്ങൾ ഗോൾഡ് കുമാർ പറയുന്ന കാര്യങ്ങൾ കേൾക്കണമെന്ന് പറയുന്നു. എന്താ സംഭവം എന്നറിയാതെ അവർ ഗോൾഡ് കുമാറിന്റെ അടുത്തേക്ക് വരുന്നു. അയാൾ പറയുന്നുണ്ട്, മരിക്കുന്നതിന് മുമ്പ് പൗനത്തായി പലതവണയായിട്ട് തന്റെ കയ്യിൽ നിന്ന് പലിശ കിട്ടിയ കാശിന് കുറേശ്ശെ സ്വർണം വാങ്ങിക്കുന്നുണ്ടായിരുന്നുവെന്ന്. അങ്ങനെ പലപ്പോഴായിട്ട് വാങ്ങിച്ച് ഏകദേശം 120 പവനോളം സ്വർണ്ണമുണ്ട്. അവര് മരിക്കുന്നതിന് കുറച്ചു ദിവസം മുന്നെയാണ് അത് മുഴുവനായിട്ട് എന്റെ അടുത്ത് നിന്നും കൊണ്ടുപോയത്. അത് കേട്ടതും ഈ മക്കളെല്ലാവരും ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. ആ സ്വർണം അവര് എവിടെയെങ്കിലും സേഫ് ആയിട്ട് വച്ചിട്ടുണ്ടാകും. അവർ മരിച്ചു കഴിഞ്ഞാൽ ആർക്കും കിട്ടാതെ ആ സ്വർണം പോകും. തന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതിന്റെ തെളിവുകളും ആ ഗോൾഡ് കുമാർ കാണിക്കുന്നു. അതോടെ എല്ലാവരും ടെൻഷനായി. തങ്ങളുടെ അമ്മ മരിച്ചു കഴിഞ്ഞാൽ ആ സ്വർണം എവിടെയാണെന്ന് അറിയാതെ പോകുന്നുള്ള ടെൻഷൻ. സെൽവൻ ആദ്യം ഓടുന്നത് കറുപ്പൻസ്വാമിയുടെ അടുത്തേക്കാണ്. അവിടെ കത്തിച്ചു വെച്ച ദീപം അണയുന്നതിന് മുൻപ് അമ്മ മരിക്കണമെന്നല്ലേ സെൽവൻ പ്രാർത്ഥിച്ചത്. ഇനി ആ ദീപം എങ്ങാനും അണഞ്ഞിട്ട് അമ്മ മരിച്ചുപോയാലൊന്ന് പേടിച്ചിട്ടാണ് അത് അണയാതെ നോക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ കുടിയനോട് സെൽവൻ പറയുന്നത്, നിനക്ക് ദിവസവും 500 രൂപയും ഇവിടെ കഞ്ഞി വെച്ച് കുടിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തരാം. ഈ ദീപം ഒരു കാരണവശാലും നീ അണയാതെ നോക്കണമെന്ന്. കാശ് കിട്ടുന്ന കേസായോണ്ട് കുടിയൻ സമ്മതിക്കുന്നു. സമയാസമയം അവിടെ എണ്ണയൊഴിച്ച് ആ ദീപം അണയാതെ ഞാൻ നോക്കാമെന്ന് പറയുന്നു. അപ്പോഴും ഈ സ്വർണത്തിന്റെ കേസ് സുർലിയുടെ ഹസ്ബൻഡ് അറിയാതിരിക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ട്. എങ്ങാനും അയാൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അയാൾ അതിലൊരു ഷെയർ ചോദിക്കും. പെന്നിക്കുക്കും പൗനത്തായിയുടെ 3 മക്കളും കൂടി ഒരു പ്ലാൻ ഇടുന്നു. പൗനത്തായിയെ കൊണ്ട് എങ്ങനെയെങ്കിലും ആ സ്വർണം എവിടെയാണെന്ന് പറയിപ്പിക്കണം. കിട്ടുന്ന ഗോൾഡിൽ നിന്ന് ഒരു 10 പവൻ പെന്നിക്കുക്കിനും വേണമെന്ന് പറയുന്നു. എന്നാൽ മാത്രമേ കയ്യിലുള്ള 2 കൂടി ഇട്ടിട്ട് അയാൾക്ക് എവിടെ നിന്നെങ്കിലും ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റൂ. പൗനത്തായിയുടെ 3 മക്കളും അത് സമ്മതിക്കുകയും ചെയ്തു. പൗനത്തായി സ്വർണ്ണം ഒളിപ്പിച്ചു വെക്കാൻ സാധ്യതയുള്ള വീടിന്റെ പല ഭാഗങ്ങളും അവർ പരിശോധിക്കുന്നു. എവിടെ നിന്നും അവർക്ക് സ്വർണം കിട്ടിയില്ല. അവരുടെ ബാങ്കിൽ പോയി അന്വേഷിക്കുന്നു. അവിടെ അവർക്ക് ലോക്കർ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പറമ്പിൽ എവിടെയെങ്കിലും കുഴിച്ചിട്ടിട്ടുണ്ടാകുമോ എന്ന് വിചാരിച്ചിട്ട് സ്വർണ്ണം ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുന്ന ഒരു മെഷീൻ തന്നെ യൂട്യൂബ് നോക്കി ഉണ്ടാക്കിയിട്ട് അവർ പരിശോധിക്കുന്നു. എന്നാൽ അതും ഫെയിൽ ആയിരുന്നു. അങ്ങനെ എല്ലായിടത്തും പരിശോധിച്ച് തളർന്ന അവരാകട്ടെ പരസ്പരം അമ്മയെ കുറ്റപ്പെടുത്താൻ ആരംഭിച്ചു. അവർക്ക് നമ്മളോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പാടിൽ ജീവിക്കുമ്പോൾ അവര് നമ്മുടെ കയ്യിൽ ഇതെല്ലാം പങ്കുവെച്ച് തരേണ്ടതാണ്. പക്ഷെ അങ്ങനെ പങ്കുവെക്കാതെ എല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. ഇതെല്ലാം പോരാഞ്ഞിട്ട് ഇനി ആ സ്വർണ്ണം അങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ അതിലൊരു ഷെയർ സുർലിയുടെ ഹസ്ബൻഡ് ചോദിക്കും. അതുകൊണ്ട് അതിനു മുമ്പേ അയാൾ എവിടെന്ന് പറഞ്ഞു വിട്ടെങ്കിലേ പറ്റൂ. കല്യാണം കഴിഞ്ഞ വകയിൽ സുർലിക്ക് കൊടുക്കാൻ ബാക്കിയുള്ള ആ 3 പവൻ സുർലിയുടെ ഹസ്ബൻഡ് കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ സുർലിയും കൂട്ടി ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളും. അതിനുശേഷം അമ്മയുടെ കയ്യിലുള്ള സ്വർണം നമുക്ക് 3ആയിട്ട് പങ്കുവെച്ചെടുക്കാം. പക്ഷെ അമ്മയുടെ കയ്യിൽ ഈ സ്വർണ്ണം ഉണ്ടെന്ന് സുർലിയുടെ ഹസ്ബൻഡ് അറിയാൻ പാടില്ല. അതിനു മുമ്പേ നമ്മൾ ആരെങ്കിലും അയാൾക്ക് കൊടുക്കാനുള്ള 3 പവൻ കൊടുത്തെങ്കിലേ പറ്റൂ. അതിനു വേണ്ടിയിട്ട് ഇവർ തങ്ങളുടെ ഭാര്യമാരോട് കാര്യം അവതരിപ്പിച്ച് അവരുടെ കയ്യിലുള്ള സ്വർണ്ണം എല്ലാം വാങ്ങുകയും അത് വിറ്റിട്ട് കുറച്ച് കാശുണ്ടാക്കുകയും ചെയ്യുന്നു. ആ കാശിന് ഒരു 3 പവൻ വാങ്ങി സുർലിയുടെ ഹസ്ബൻഡിന് കൊടുക്കാമെന്നായിരുന്നു ഇവരുടെ പ്ലാൻ. അങ്ങനെ ഇവർ 3 പേരും അവരുടെ ഭാര്യമാരോട് സംസാരിക്കുന്നു. പൗനത്തായിയുടെ കയ്യിലെ സ്വർണ്ണത്തെ പറ്റി അറിഞ്ഞതും അവരെല്ലാവരും തങ്ങളുടെ ഭർത്താക്കന്മാരുടെ കൂടെ നിൽക്കുന്നു. അത്രയും നേരം പൗനത്തായി എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്നവരാകട്ടെ പൗനത്തായിയെ ശുശ്രൂഷിക്കാൻ ആരംഭിച്ചു. അമ്മയുടെ അടുത്ത് ക്ഷീണിച്ചിരുന്ന സുർലിയോട് പോയി ആഹാരം കഴിക്കാൻ പറഞ്ഞിട്ട് പൗനത്തായി ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് പറയുന്നു. ആ സമയം പൗനത്തായി കിടന്ന കിടപ്പിൽ യൂറിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കഴിച്ചുകൊണ്ടിരിക്കുന്ന സുർലിയെ വിളിക്കാൻ പറ്റാത്തത് കാരണം ഈ മരുമക്കൾ തന്നെ വലിയ മനസ്സൊന്നുമില്ലാതെ അവരെ ക്ലീൻ ചെയ്യുന്നു. ആംഗ്യഭാഷയിൽ അപ്പോഴും പൗനത്തായി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഇവർ പറയുന്ന കാര്യം ചിലപ്പോൾ സ്വർണത്തെ പറ്റി ആയിരിക്കാമെന്ന് ചിന്തിച്ച് ആംഗ്യഭാഷ മനസ്സിലാകുന്ന ഒരാളെ ടിവിയിൽ കണ്ടപ്പോൾ അയാളെ എവിടേക്ക് കൊണ്ടുവരാമെന്ന് പെന്നിക്കുക്കിന് തോന്നി. അങ്ങനെ ഇവരെല്ലാവരും ചേർന്നിട്ട് ഡോക്ടർ എന്ന വ്യാജേന അയാളെ എവിടേക്ക് കൊണ്ടുവരുന്നു. പൗനത്തായിയെ കൊണ്ട് സംസാരിപ്പിക്കാൻ ശ്രമിക്കുന്നു. പൗനത്തായി അപ്പോഴും കയ്യിൽ 3 എന്ന് കാണിച്ചത് എന്തായിരിക്കാമെന്ന് അയാളും ചിന്തിക്കുന്നു. കുറച്ചുനേരം അവരുടെ കൈയുടെ ആംഗ്യമൊക്കെ കണ്ടിട്ട് അയാള് ഈ 3 മക്കളോടും പറയുന്നുണ്ട്, എന്തോ കാശോ പണവോ ഇവരെവിടെയോ വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ അത് പോയി എടുക്കാനാണ് ഇവർ പറയുന്നത്. അങ്ങനെ തനിക്ക് തോന്നിയെന്ന് അയാൾ പറയുന്നു. അതും കൂടെ കേട്ടതോടെ പൗനത്തായിയുടെ കയ്യിൽ സ്വർണ്ണം ഉണ്ടെന്ന് ഈ 3 മക്കളും വിശ്വസിച്ചു. പൗനത്തായിക്ക് മാത്രമേ സ്വർണ്ണം എവിടെയാണെന്ന് അറിയാവൂ. അവർ ചെറുതായിട്ടെങ്കിലും സംസാരിച്ചെങ്കിലേ പറ്റൂ. അത് കാരണം അവരെ ശുശ്രൂഷിക്കാൻ ഒരു നേഴ്സിനെയും കൂടി ഇവർ ഏർപ്പാടാക്കി. പക്ഷെ ഇടയ്ക്ക് ഇവരുടെ കണ്ടീഷൻ കുറച്ച് സീരിയസ് ആകുന്നുണ്ടായിരുന്നു. അത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം സന്തോഷിക്കുന്നു. എന്നാൽ ടെൻഷൻ മുഴുവൻ പൗനത്തായിയുടെ 3 മക്കൾക്കും അവരുടെ ഭാര്യമാർക്കും പിന്നെ പൗനത്തായിയുടെ മകൾക്കും ആയിരുന്നു. സുർലിയുടെ ഹസ്ബൻഡ് ആകട്ടെ ഇവർ
മരിക്കാൻ കാത്തിരിക്കുകയാണ്. സീരിയസ് ആകുന്നു അറിഞ്ഞപ്പോൾ അയാൾ സന്തോഷിക്കുന്നു. എന്നാൽ ഇവരെയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് പൗനത്തായുടെ 3 മക്കളും പെട്ടെന്ന് ഇവരെ വലിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. സുർലിക്ക് പോലും ഇവരുടെ ഈ രീതികളിൽ സംശയം തോന്നാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് ഇത്രയും നേരം അമ്മ മരിക്കാൻ ആഗ്രഹിച്ചിരുന്ന ആൾക്കാര് അമ്മയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതെന്ന് സുർലിക്ക് മനസ്സിലായില്ല. വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതോടുകൂടി ഒരുപാട് കാശ് ഇവർക്ക് ചെലവാകുന്നുണ്ടായിരുന്നു. ഭാര്യമാരുടെ കഴുത്തിലെയും കാതിലെയും എല്ലാം തന്നെ സ്വർണം ഊരി വാങ്ങുകയും വിൽക്കുകയും ചെയ്തു. ആ കാശ് കൊണ്ടായിരുന്നു ഹോസ്പിറ്റൽ ബില്ല് അവരെ കെട്ടിക്കൊണ്ടിരുന്നത്. കൂടാതെ സുർലി ഹോസ്പിറ്റലിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടും പൗനത്തായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്വർണത്തെപ്പറ്റി അവൾ അറിയാതിരിക്കാനും വേണ്ടിയിട്ട് പൗനത്തായുടെ 3 മരുമക്കളും സുർലിയുടെ പിറകെ തന്നെ ഉണ്ടായിരുന്നു. സാധാരണ സ്വത്ത് പങ്കുവെക്കുമ്പോൾ സ്വർണം മുഴുവൻ മകൾക്കാണ് പോകുന്നത്. പക്ഷേ ഈ സ്വർണം മുഴുവൻ സുർലിക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവർ സുർലിയിൽ നിന്നും ഇത് മറച്ചുവെച്ചത്. കൂടാതെ പരസ്പരം പൗനത്തായുടെ കുറ്റം അവർ പറയുന്നുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് ഇവിടെ പൗനത്തായുടെ കൂടെ താമസിക്കുന്ന സമയത്ത് രാവിലത്തെ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് വെറുതെ കിടന്ന് ഉറങ്ങാൻ പോലും പൗനത്തായി സമ്മതിക്കില്ലായിരുന്നു. എന്തെങ്കിലും പോയി പഠിക്കാനും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാനുമായിരുന്നു എപ്പോഴും പൗനത്തായി പറഞ്ഞുകൊണ്ടിരുന്നത്. പുതിയ എന്തെങ്കിലും തൊഴിൽ പഠിച്ചുകൊണ്ടിരിക്കാൻ പറയും. വെറുതെ ഇരിക്കാൻ പൗനത്തായി സമ്മതിക്കത്തേയില്ലായിരുന്നു. അതിന്റെ പേരിൽ അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയായിരുന്നു ഇവർ. അതിനിടയ്ക്ക് സുർലിയാകട്ടെ അമ്മയ്ക്ക് മാറാനുള്ള ഡ്രസ്സ് ഹോസ്പിറ്റലിൽ കൊണ്ടുകൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇവർ സുർലിയെ വിട്ടില്ല. അതൊക്കെ ആരുടെയും കയ്യിൽ കൊടുത്തുവിടാം, നീ നിന്റെ ജോലി നോക്കാനാണ് സുർലിയോട് അവർ പറയുന്നത്. ഹോസ്പിറ്റലിലേക്ക് വീണ്ടും കാശിന് ആവശ്യം വന്നപ്പോൾ പൗനത്തായുടെ 3 മക്കളും പെന്നിക്കുക്കിനെ തങ്ങളുടെ ഭാര്യമാരുടെ അടുത്തേക്ക് വിടുന്നു. ബാക്കിയുള്ള കുറച്ച് സ്വർണം കൂടി അവരുടെ കയ്യിൽ നിന്ന് പണയം വെക്കാൻ വേണ്ടി വാങ്ങുന്നു. സുർലിയുടെ മകൻ ഇത് കാണുകയും തന്റെ അച്ഛനെ വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. പെന്നിക്കുക്കും ആന്റിമാരും തമ്മിൽ എന്തോ പ്ലാനിങ് നടക്കുന്നുവെന്ന്. അത് മനസ്സിലാക്കി സുർലിയുടെ ഹസ്ബൻഡ് ആകട്ടെ പെന്നിക്കുക്കിനെ കൈയോടെ പിടിച്ച് ചോദ്യം ചെയ്യുന്നു. പെന്നിക്കുക്ക് ആ ഗോൾഡ് കുമാർ പറഞ്ഞ കാര്യങ്ങളും അതിനുശേഷം പൗനത്തായുടെ 3 മക്കളും നടത്തിയ പ്ലാനിങ്ങും പറയുന്നു. ഇയാളെ പേടിച്ചിട്ടായിരുന്നു പെന്നിക്കുക്ക് അതെല്ലാം തുറന്നു പറഞ്ഞത്. താനറിയാതെ അവന്മാർ സ്വർണ്ണം ഒഴിച്ചു മാറ്റാനാണ് ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കി സുർലിയുടെ ഹസ്ബൻഡ് ആകട്ടെ പെന്നിക്കുക്കിനെ ഭീഷണിപ്പെടുത്തുന്നു. താൻ ഈ കാര്യം അറിഞ്ഞുവെന്ന് നീ അവരോട് പറയണ്ട, എങ്ങനെയെങ്കിലും അവര് കുറച്ച് ജീവനോടെങ്കിലും ഇവിടെ തിരിച്ചു വരട്ടെ, അതിനുശേഷം സ്വത്ത് പങ്കുവയ്ക്കുന്ന കാര്യം ഞാൻ സംസാരിച്ചോളാം. അതിനിടെ പൗനത്തായുടെ കണ്ടീഷൻ കണ്ടിട്ട് തമിഴ് അറിയാത്തൊരു ഡോക്ടർ ഇവരോട് ഇംഗ്ലീഷിൽ പറയുന്നുണ്ട് പൗനത്തായിക്ക് ഇനിയൊരു തിരിച്ചുവരവൊന്നും ഉണ്ടാകും തോന്നില്ല, അവർ ഉടനെ തന്നെ മരിക്കുമെന്ന്. അയാളുടെ മുഖത്ത് വലിയ ഭാവവ്യത്യാസങ്ങളൊന്നും ഇല്ലാതെയാണ് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇംഗ്ലീഷ് അധികം അറിയാത്ത സെൽവം വിചാരിക്കുന്നത് പൗനത്തായി പെട്ടെന്ന് തന്നെ ശരിയായി തിരിച്ചു വരുമെന്ന ഡോക്ടർ പറഞ്ഞെന്നാണ്. അതുകൊണ്ട് വീണ്ടും പൗനത്തായുടെ ടെസ്റ്റിനും ചികിത്സയ്ക്ക് അവർ കാശ് ചെലവാക്കിക്കൊണ്ടിരുന്നു. പൗനത്തായുടെ കയ്യിലുള്ള ഗോൾഡിന്റെ കാര്യം അറിഞ്ഞതോടുകൂടി സുർലിയുടെ ഹസ്ബൻഡ് ആകട്ടെ അതിൽ നിന്നൊരു പങ്ക് തനിക്ക് കിട്ടുമെന്ന് വിചാരിച്ച് ഒരു സ്ഥലം വാങ്ങാനുള്ള അഡ്വാൻസ് കൊടുക്കാൻ പോകുന്നു. ആ സമയത്താണ് ആ ഡോക്ടർ വീണ്ടും ഈ 3 മക്കളോടും പറയുന്നത് പൗനത്തായുടെ കണ്ടീഷൻ തീരെ മോശമാണെന്ന്. ഈ സമയം അയാളുടെ കൂടെ ഒരു നേഴ്സ് ഉണ്ടായിരുന്നു. അവരാകട്ടെ ഇവരോട് പറയുന്നുണ്ട് പൗനത്തായി ഓക്കെ ആയി വരുമെന്നല്ല ഡോക്ടർ പറയുന്നത്, അവരുടെ കണ്ടീഷൻ മോശമാണ്, എത്രയും പെട്ടെന്ന് അവർ മരിക്കാനാണ് സാധ്യത എന്നാണ് പറയുന്നതെന്ന്. ഇത് കേട്ടതോടെ എല്ലാവരും ആകെ ടെൻഷനിലായി. തലേന്ന് സെൽവം പറഞ്ഞത് കള്ളമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ബാക്കി 2 പേരും സെൽവനോട് വഴക്കിടുന്നു. എന്നാൽ സെൽവം പറയുന്നുണ്ട് ആ ഡോക്ടർ ചിരിച്ചോണ്ട് എന്റെ അടുത്ത് സംസാരിച്ചേ, അതുകൊണ്ട് അമ്മ ഓക്കെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചതെന്ന്. ബാക്കി 2 സഹോദരന്മാരും സെൽവനുമായിട്ട് അടിയുണ്ടാക്കുന്നു. എന്നിട്ട് അവർ കയറി ഡോക്ടറിനോട് സംസാരിക്കുന്നു. ഡോക്ടർ പറയുന്നുണ്ട് അവരുടെ കണ്ടീഷൻ കുറച്ച് മോശമാണ്, സാധ്യതകൾ കുറവാണെന്ന്. തങ്ങളെ കൊണ്ടാവുന്ന പോലെ തങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കിടത്തി കാശ് കളയാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് പോകാം. എന്നാൽ ഇവരാകട്ടെ ഡോക്ടറിനോട് പറയുന്നത് ഉടനെ ഡിസ്ചാർജ് ആക്കാൻ നിൽക്കണ്ട, എങ്ങനെയെങ്കിലും അവരെ കൊണ്ടൊരു 5 മിനിറ്റെങ്കിലും സംസാരിപ്പിക്കാവുന്ന രീതിയിൽ ഒന്നാക്കി തന്നാൽ മതിയെന്ന്. ആ 5 മിനിറ്റിനുള്ളിൽ സ്വർണ്ണം എവിടെയാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ മരിച്ചാലും കുഴപ്പമില്ല. അതായിരുന്നു ഈ 2 മക്കളുടെ മനസ്സിൽ. ആ സമയം ഇവരുമായിട്ട് വഴക്കിട്ട സെൽവോ ആകട്ടെ വഴിയരികിൽ ഇരിക്കുകയായിരുന്നു. അവിടെ ആംബുലൻസിൽ വയസ്സായ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ട്. ആംബുലൻസുകാരനാകട്ടെ ടയർ പഞ്ചറായി എന്ന് പറഞ്ഞിട്ട് അത് ശരിയാക്കുകയായിരുന്നു. ആ സ്ത്രീയുടെ മക്കളെല്ലാം പുറത്തു നിൽക്കുന്നു. ഇത്രയും സീരിയസ് ആയ ഒരു രോഗിയെ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടിട്ടിരിക്കുന്നത് കണ്ടിട്ട് സെൽവൻ ചോദ്യം ചെയ്യുന്നു. എന്നാൽ ആ മക്കളൊന്നും അധികം ടെൻഷനില്ലാതെ വാച്ചിൽ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അറ്റൻഡർ ബോയ് ആകട്ടെ അവരുടെ മുഖത്ത് നിന്നും ഓക്സിജൻ മാസ്ക് എടുത്ത് മാറ്റുകയും അവർ ശ്വാസം കിട്ടാതെ പതിയെ മരിക്കുകയും ചെയ്യുന്നു. ഓൾറെഡി വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു അത്. പക്ഷെ അവരെ ഇത്ര പെട്ടെന്ന് മരിക്കാൻ വേണ്ടി അനുവദിച്ച് എന്തിനാണെന്ന് സെൽവൻ ചോദിച്ചപ്പോൾ ആ ആംബുലൻസ് ഡ്രൈവർ പറയുന്നുണ്ട് അവരെ ഇനി രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടേഴ്സ് ഒഴിവാക്കിയതാണ്, അവരുടെ മക്കൾക്കും അവരെങ്ങനെങ്കിലും മരിച്ചാൽ മതിയെന്നായിരുന്നു. ചിലരൊക്കെ ഇതുപോലെ ആംബുലൻസിൽ പോകുന്ന വഴിക്ക് വളരെ സ്ലോ ആയിട്ട് ഓടിക്കാൻ പറയും, വീട്ടിലെത്തുമ്പോഴേക്കും അവർ മരിച്ചിട്ടുണ്ടാകും. എന്നാൽ ചിലരൊക്കെ വീട്ടിലെത്തിക്കഴിഞ്ഞാലും കുറച്ചുനാളും കൂടെ വീട്ടിൽ കിടന്നിട്ടേ മരിക്കൂ. അങ്ങനെയുള്ള ആൾക്കാര് ഞങ്ങളോട് പറയും ഈ പോകുന്ന വഴിക്ക് ആംബുലൻസിൽ വെച്ച് തന്നെ അവരുടെ ഓക്സിജൻ മാസ്ക് മാറ്റാനും അവരെ കഷ്ടപ്പെടാതെ മരിക്കാൻ അനുവദിക്കണമെന്നും. ഒരുപാട് പേരുടെ മക്കൾ ഇങ്ങനെയാണ്. ഇവരെ സംബന്ധിച്ച് വീട്ടിലെത്തി കഴിയുമ്പോഴേക്കും നല്ല സമയം കഴിഞ്ഞു പോകും. ഇപ്പം നല്ല സമയമാണ്, അതനുസരിച്ച് ഇപ്പൊ തന്നെ അമ്മയെ മരിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ അവർക്ക് സ്വർഗം കിട്ടും. ഇവരുടെയൊക്കെ ഈ നിർബന്ധം കാരണമാണ് ടയർ പഞ്ചറായി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഈ വഴിയിൽ കുറെ സമയം കളയുന്നത്. ചിലരൊക്കെ വീട്ടിലെത്തിയിട്ട് മരിക്കാൻ അനുവദിക്കും, ചിലരൊക്കെ ഇങ്ങനെ വഴിയിൽ വെച്ച് തന്നെ സ്വന്തം മാതാപിതാക്കളെ മരണത്തിന് വിട്ടുകൊടുക്കും. ആ കാഴ്ച കണ്ട് ശരിക്കും സെൽവൻ തകർന്നു നിൽക്കുകയായിരുന്നു. തങ്ങളുടെ അമ്മയോടും തങ്ങൾ ഇതല്ലേ ചെയ്യുന്നതെന്ന് ഒരു നിമിഷം അവന് തോന്നാൻ തുടങ്ങി. പക്ഷേ സെൽവൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും അവർക്ക് എല്ലാവർക്കും ഒരു സന്തോഷിക്കാൻ പറ്റിയ ന്യൂസാണ് കിട്ടുന്നത്. പൗനത്തായുടെ അവസ്ഥയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അവരുടെ വൈറ്റൽസ് എല്ലാം നോർമൽ ആകാൻ തുടങ്ങി. പക്ഷേ അത് പൂർണ്ണമായിട്ടും ഈ മക്കൾക്ക് സന്തോഷം നൽകിയില്ല. കാരണം പൂർണ്ണ ആരോഗ്യവതിയായിട്ട് അവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവർ ഉദ്ദേശിക്കുന്ന പോലെ സ്വർണ്ണമൊന്നും കിട്ടില്ല. അവരതെല്ലാം വീണ്ടും കയ്യിൽ തന്നെ വെക്കാൻ
ചോദിക്കും. മരണക്കടക്കിൽ കിടക്കുകയാണെങ്കിൽ അതെവിടെയാണെന്ന് ഇവരോട് അവർ പറയും. അതിനുശേഷം ഇവർ മരിച്ചാൽ മതി, അങ്ങനൊരു ചിന്തയായിരുന്നു ഇവർക്ക്. ഇവിടെ കിടന്ന പോനത്തായി രക്ഷപ്പെട്ടാലെന്ന് വിചാരിച്ച് സെൽവൻ ഒഴിച്ച് ബാക്കി രണ്ടുപേര് പറയുന്നുണ്ട് ഞങ്ങൾ അമ്മയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണെന്ന്. എന്നാൽ ആ ഡോക്ടേഴ്സ് അത് സമ്മതിക്കുന്നില്ല. രാവിലത്തെ കണ്ടീഷനിൽ ഇപ്പോ ഒന്നും 2 മണിക്കൂറത്തേക്ക് ഇവർ ഒബ്സർവേഷനിൽ വെക്കും. കൂടാതെ ഇവർക്കൊരു സർജറി നടത്തി കഴിഞ്ഞാൽ ഇവർ ഓക്കെ ആയിട്ട് തിരിച്ചു വരികയും ചെയ്യും. അതിന്റെ കാശ് നിങ്ങൾക്ക് ചെലവാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെലവാക്കിയാൽ മതി. എന്നാൽ ആ 2 മക്കൾക്കും കാശ് ചെലവാക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ തന്നെ കുറെ കാശ് കളഞ്ഞു. ഇനി അവർ ഓക്കെ ആയിട്ട് തിരിച്ചു വന്നാൽ സ്വർണ്ണമൊന്നും ഇവർക്ക് തരത്തുമില്ല. 3 ലക്ഷം രൂപ സർജറിക്ക് വേണമായിരുന്നു. സെൽവനെ കൊണ്ട് ഒറ്റയ്ക്കത് ഉണ്ടാക്കാൻ പറ്റില്ല. പെന്നിക്കുക്കിന്റെ സഹായം സെൽവൻ തേടുന്നു. സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കാൻ പോയ സുർലിയുടെ ഹസ്ബൻഡിനോട് പെന്നിക്കുക്ക് പറയുന്നുണ്ട് അമ്മയുടെ ജീവൻ കുറച്ചെങ്കിലും നിലനിർത്തണമെങ്കിൽ കാശിന്റെ ആവശ്യമുണ്ടെന്നും നിങ്ങൾ കാശ് ചെലവാക്കിയില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന്. അതോടെ അയാള് പെന്നിക്കുക്കിന് സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കാൻ കൊണ്ടുപോയ കാശ് കൊടുക്കുന്നു. പെന്നിക്കുക്ക് അതുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നു. ആ സമയം സെൽവൻ ബാക്കി രണ്ടുപേരും കൺവിൻസ് ചെയ്യുകയായിരുന്നു സ്വന്തം അമ്മയെ രക്ഷിക്കുന്നതിന്റെ കാര്യം പറഞ്ഞിട്ട്. നിങ്ങൾ കാശ് ചെലവാക്കിയില്ലെങ്കിൽ സ്വർണം തരുന്ന സമയത്തും അത്രയും കുറച്ച് സ്വർണം മാത്രമേ നിങ്ങൾക്ക് തരൂ. എത്ര കാശ് ചെലവാക്കുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് തിരിച്ചു തരൂ. അതോടെ അവർ രണ്ടുപേരും പറയുന്നുണ്ട് ഞങ്ങളുടെ കയ്യിലുള്ളത് ഞങ്ങൾ ചിലവാക്കാമെന്ന്. അവർ രണ്ടുപേരുടെ കയ്യിലും സെൽവന്റെ കയ്യിലുള്ളതും കൂടി ചേർത്തിട്ട് 2 ലക്ഷം രൂപ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് പെന്നിക്കുക്ക് 1 ലക്ഷമായിട്ട് വരുന്നത്. പക്ഷേ അത് സുർലിയുടെ ഹസ്ബൻഡ് തന്നതാണെന്ന് പെന്നിക്കുക്ക് പറയുന്നില്ല. കാരണം ഈ കാര്യം സുർലിയുടെ ഹസ്ബൻഡിന് അറിയാമെന്നുള്ള കാര്യം പെന്നിക്കുക്ക് ഇപ്പോഴും ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതറിഞ്ഞു കഴിഞ്ഞാൽ ഇവര് പെന്നിക്കുക്കിനെ അടിക്കും. എന്താണെങ്കിലും നിങ്ങൾ എനിക്കൊരു ഷെയർ 10 പവൻ തരത്തില്ലേ, അതുകൊണ്ട് ഞാനും കുറച്ച് കാശ് തരണമെന്ന് കരുതിയിട്ട് ഞാൻ കൊണ്ടുവന്നതാണെന്നാണ് പെന്നിക്കുക്ക് പറയുന്നത്. നീ കല്യാണം കഴിക്കാൻ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പെന്നിക്കുക്ക് പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും വിവാഹം കഴിച്ച് കുട്ടിയായിട്ട് ജീവിക്കുന്നു. എനിക്കും ആഗ്രഹമുണ്ട് വിവാഹം കഴിച്ച് സ്വന്തം ഭാര്യയുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ. പുറത്തു പോകുമ്പോൾ എപ്പോ വരുമെന്ന് വിളിച്ച് ചോദിക്കാൻ ഒരാൾ വേണം. കല്യാണത്തിനോ ഫംഗ്ഷനോ ഒക്കെ പോകുന്ന സമയത്ത് എല്ലാവരും ഫാമിലി ആയിട്ടാണ് പോകുന്നത്. ഞാൻ മാത്രം എപ്പോഴും ഒറ്റയ്ക്ക. ഇനിയുള്ള ഫംഗ്ഷനിൽ എന്റെ ഭാര്യയും എന്റെ മക്കളെയൊക്കെ കൂട്ടി പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വിവാഹം കഴിക്കാൻ ഇത്രയ്ക്ക് കഷ്ടപ്പെടുന്നത്. അങ്ങനെ ആ കിട്ടിയ കാശ് ഉപയോഗിച്ച് അവർ പൗനത്തായുടെ ഓപ്പറേഷൻ നടത്തുന്നു. പൗനത്തായുടെ മരുമക്കളെല്ലാം തന്നെ അവരുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപാട് നേർച്ചകൾ നേരുന്നു. എല്ലാരെയും സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഇവർ ആ സ്വർണ്ണം എവിടെയാണെന്ന് പറഞ്ഞാൽ മതി. ഈ സമയത്തെല്ലാം തന്നെ സുർലി അവളുടേതായി ജോലികൾ ചെയ്യുകയായിരുന്നു. അവൾ പഠിച്ച തൊഴിൽ അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പൗനത്തായി ഹോസ്പിറ്റലാണെന്ന് കരുതിയിട്ട് അവൾ അതൊന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല. രാത്രിയിൽ പോലും ആൾക്കാർക്ക് ഡ്രസ്സും മറ്റും തയ്ച്ചു കൊടുക്കുന്നുണ്ട്. അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്, നിനക്ക് വിഷമമൊന്നുമില്ലെന്ന് ഇവർ ചോദിക്കുമ്പോൾ സുർലി പറയുന്നുണ്ട് അമ്മ ഹോസ്പിറ്റലാണെന്ന് കരുതിയിട്ട് ഒരിക്കലും കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. എപ്പോഴും എന്നോട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നും എന്തെങ്കിലുമൊക്കെ തൊഴിൽ പഠിക്കണമെന്നും പറയും. സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ എന്നോട് അതെല്ലാം പറഞ്ഞിട്ടുള്ളത്. അമ്മ ഇല്ലെങ്കിൽ പോലും ഒറ്റയ്ക്ക് ജീവിക്കാൻ ധൈര്യമുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് അവരെന്നെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്റെ വിവാഹം ഉറപ്പിച്ച സമയത്തും ഇനി പഠിക്കാൻ പോകണ്ടെന്ന് പലരും പറഞ്ഞെങ്കിലും എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് പോലും എന്റെ അമ്മ എന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ആ ദിവസം കൂടി എന്റെ മകൾ പഠിച്ചോട്ടെ എന്ന് അവർ കരുതിയിരുന്നു. ആ ഒരു ദിവസത്തെ പഠനം പോലും അവളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഉപകാരപ്പെടുമെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. വിവാഹശേഷവും ഒരിക്കലും ആരെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കരുതെന്ന് എപ്പോഴും പൗനത്തായി ഇവളോട് പറയുമായിരുന്നു. അതിനുവേണ്ടിയിട്ടാണ് അവൾ ഓരോ തൊഴിലുകൾ പഠിച്ചത്. നിങ്ങളൊക്കെ രാവിലെ ജോലിയും കഴിഞ്ഞിട്ട് കയറി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് എന്റെ അമ്മ നിങ്ങളോട് പറയുന്നതും ഇത് തന്നെയായിരുന്നു. എപ്പോഴും ഇങ്ങനെ വെറുതെ കിടക്കാതെ എന്തെങ്കിലുമൊക്കെ തൊഴിൽ പഠിക്കാൻ. അതൊരിക്കലും അമ്മയ്ക്ക് നിങ്ങളോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചിട്ടായിരുന്നു. എന്റെ മരുമക്കളെയും ഒരിക്കലും വീട്ടിൽ തളച്ചിട്ടില്ല എന്നും അവരും സ്വന്തം കാലിൽ നിൽക്കണമെന്നും പൗനത്തായി ആഗ്രഹിച്ചിരുന്നു. തങ്ങളുടെ ആൺമക്കൾ സമ്മതിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും തന്റെ മരുമക്കളെയും സ്കൂളിൽ അയച്ച് നല്ലപോലെ പഠിപ്പിച്ചേനെ എന്ന് പൗനത്തായി എപ്പോഴും പറയുമായിരുന്നു. പൗനത്തായിയുടെ ആ മനസ്സൊന്നും മറ്റാർക്കും മനസ്സിലായില്ല. തന്റെ അമ്മ എന്തുകൊണ്ടാണ് എല്ലാവരോടും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതെന്നും അവരുടെ ആ നല്ല മനസ്സ് എന്താണെന്നും ഒക്കെ തനിക്ക് മാത്രമേ മനസ്സിലായിട്ടുണ്ടായിരുന്നുള്ളൂ എന്നും സുർലി ഇവരോട് പറയുന്നു. ആ സമയമാണ് പൗനത്തായിയുടെ 3 മരുമക്കൾക്കും മനസ്സിലായത് അവർ പൗനത്തായെ തെറ്റിദ്ധരിച്ചുകൊണ്ടിരുന്നതാണെന്ന്. പൗനത്തായിക്ക് ശരിക്കും അവരോട് സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പൗനത്തായിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഡോക്ടർ പുറത്തേക്ക് വന്നപ്പോൾ 3 മക്കളും എന്തായി എന്ന് ചോദിക്കുന്നു. മെഡിക്കൽ മിറാക്കിളാണ് സംഭവിച്ചിരിക്കുന്നത്, നിങ്ങളുടെ അമ്മ മരിച്ചിട്ടില്ല എന്ന് പറയുന്നു. അതോടെ എല്ലാവരും ഹാപ്പിയായി. ഇവിടെ പൗനത്തായിയുടെ ചെറുമകനോട് പൗനത്തായിയുടെ മറ്റൊരു ചെറുമകൾ ചോദിക്കുന്നുണ്ട് നീ എന്താണ് ആഗ്രഹിക്കുന്നത്, നമ്മുടെ അമ്മൂമ്മ മരിക്കണമെന്നാണോ അതോ ജീവനോടെ തിരിച്ചു വരണമെന്നാണോ? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്നെ TV കാണുന്നത് വിലക്കാൻ ഇവിടെ ആരുമില്ലല്ലോ. എന്നാൽ ചെറുമകൻ പറയുന്നുണ്ട് ഞാൻ അത്രയ്ക്ക് പൊട്ടനൊന്നുമല്ല. TV കാണുന്നതിന്റെ കാര്യം പറഞ്ഞിട്ട് ഒരിക്കലും എന്റെ അമ്മൂമ്മ മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കത്തില്ല. പൗനത്തായിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലായതോടുകൂടി പൗനത്തായിയുടെ വീട്ടിലും ആകെ സന്തോഷമായിരുന്നു. എല്ലാ മരുമക്കളും തങ്ങളുടെ പ്രാർത്ഥന പൂർണ്ണമായതിൽ പരസ്പരം കെട്ടിപ്പിടിക്കാൻ ആരംഭിച്ചു. അങ്ങനെ 3 ദിവസങ്ങൾ കഴിഞ്ഞ് ഇവർക്ക് ബോധം വന്നു കഴിയുമ്പോൾ ഈ 3 ആൺമക്കളും ഇവരോട് ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് സുഖമില്ലാതാകുന്നതിന് മുൻപുള്ള കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടോ എന്ന്. സുഖമില്ലാതെ കിടന്ന സമയത്ത് കൈകൊണ്ട് ആംഗ്യ ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞില്ലേ, അതെന്തായിരുന്നു എന്ന്. 3 എന്ന് കാണിച്ചത് എന്താണെന്നും ചോദിക്കുന്നു. അപ്പോഴാണ് അവർ പറയുന്നത് ഞാൻ സുഖമില്ലാതായ സമയത്ത് ആ റൂമിൽ ഫാൻ ഓടിക്കൊണ്ടിരുന്നതാണ്. എന്നെ എല്ലാവരും അവിടെ നിന്ന് താഴേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഫാൻ ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. വെറുതെ കറണ്ട് ബില്ല് കളയരുത്, അവിടെ നിന്ന് 3ാമത്തെ സ്വിച്ചാണ് ആ ഫാൻ്റേത്, അത് ഓഫ് ആക്കണമെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് കേട്ട് ആ 3 ആൺമക്കളും തലയ്ക്ക് കൈകൊടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ സ്വർണത്തെ പറ്റി ഒന്നും അല്ലേ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത്? പൗനത്തായുടെ കയ്യിൽ അപ്പോൾ സ്വർണ്ണം ഒന്നും തന്നെ ഇല്ലേ? ഇതൊക്കെയായിരുന്നു ഇവരുടെ ചിന്ത. അതേസമയം ഇവിടെ പെന്നിക്കുക്കും സത്യം മനസ്സിലാക്കുന്നു. കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് ആ ഗോൾഡ് കുമാറിനെ അടിക്കുന്ന കാണുന്നുണ്ട്. കാര്യം തിരക്കുമ്പോഴാണ് ആ ആൾക്കാർ
പറയുന്നത് പല മരണ വീടുകളിലും പോയിട്ട് ഈ ഗോൾഡുകുമാർ പറയും ആ മരിച്ച ആള് എന്റെ കയ്യിൽ നിന്ന് കുറെ സ്വർണം വാങ്ങിയിട്ടുണ്ടായിരുന്നു, അയാൾ ഇതൊക്കെ എവിടെ കൊണ്ട് വെച്ചിട്ടാണോ മരിച്ചത്, അതെല്ലാം വെറുതെ പോകുന്നൊക്കെ. ശരിക്കും ഇയാൾ നേരത്തെ ഒരു സ്വർണ്ണക്കട നടത്തിയിരുന്നതാണ്. പക്ഷെ അയാളുടെ സ്വർണ്ണം എല്ലാം തന്നെ ഒരു കള്ളം കൊണ്ടുപോയി. അതിനുശേഷം അയാളുടെ മാനസിക നില തെറ്റി. പണ്ടത്തെ കണക്കെടുത്ത് വെച്ചിട്ട് മരണ വീടുകളിൽ പോയിട്ട് ഇങ്ങനെ പറയുന്നതാണ് ഇയാളുടെ ശീലം. ശരിക്കും ഇയാൾക്ക് തലയ്ക്ക് നല്ല സുഖമില്ല. ഇത് കേട്ടതോടെ പെന്നിക്യുക്കിന് മനസ്സിലായി അയാൾ തങ്ങളുടെ വീട്ടിലും വന്ന് പറഞ്ഞ കാര്യങ്ങൾ കള്ളത്തരമാണെന്ന്. അപ്പോൾ അങ്ങനെ 160 പവൻ സ്വർണ്ണമൊന്നും തന്നെ പൗനത്തായുടെ കയ്യിലില്ല. ഇവിടെ 3 മക്കളും പൗനത്തായോട് ചോദിക്കുന്നുണ്ട് അമ്മയുടെ കയ്യിൽ പണവും സ്വർണ്ണവും ഒന്നും ഇല്ലേന്ന്. എന്റെ കയ്യിൽ എവിടുന്ന പണവും സ്വർണ്ണവും എന്നൊക്കെ അവർ ചോദിക്കുന്നു. ഇത്രയും കാലം പലിശ കിട്ടി കാശില്ല, പിന്നെ അമ്മ എന്ത് ചെയ്തെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നുണ്ട് ഞാൻ അതൊക്കെ അടിച്ചു പൊളിച്ച് കളഞ്ഞതാണെന്ന്. ഇവർ ഇടയ്ക്കിടയ്ക്ക് സിനിമ കാണാൻ പോകും, ഇഷ്ടം പോലെ ഡ്രസ്സുകൾ വാങ്ങും, പലയിടത്തും പോയി ആഹാരം കഴിക്കും, അങ്ങനെ ലൈഫ് എൻജോയ് ചെയ്ത് നടക്കുകയായിരുന്നു. അതുകൊണ്ട് കയ്യിൽ കാശൊന്നും ഇല്ല എന്ന് പറയുന്നു. ആ 3 മക്കളുടെയും അവസാന പ്രതീക്ഷയെ നഷ്ടപ്പെട്ടു. അവർക്ക് വേണ്ടി കാശ് ചെലവാക്കി ഇവർ വലിയ കടക്കണിയിലുമായി. ആകെ സങ്കടത്തോടു കൂടിയാണ് ഇവർ അമ്മയും കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. സ്വർണത്തിന്റെ കാര്യമൊക്കെ കള്ളമായിരുന്നു എന്ന് മനസ്സിലാക്കി ആ 3 മരുമക്കളും തങ്ങളുടെ ഭർത്താക്കന്മാരെ വഴക്ക് പറയാൻ തുടങ്ങി. കയ്യിലുണ്ടായിരുന്ന സ്വർണവും പോയി അവരുടെ ആർത്തി കാരണം. അങ്ങനെ അതും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് പൗനത്തായി മുകളിലിരുന്ന് വിളിച്ചു പറയുന്നുണ്ട് ആ പെണ്ണുങ്ങളെല്ലാം ഇങ്ങോട്ട് പോരെയെന്ന്. പൗനത്തായിയുടെ 3 മരുമക്കളും സുർലിയും അകത്തേക്ക് കയറി വരുന്നു. ആ സമയം പൗനത്തായി താനിരിക്കുന്ന കട്ടിലിന്റെ മുകൾ ഭാഗം തിരിച്ചിട്ട് അതിനുള്ളിൽ നിന്നും ഒരു താക്കോൽ എടുക്കുന്നു. ആ കട്ടിലിന്റെ സൈഡിലായിട്ട് 3 എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ താക്കോലെടുത്ത് ഒരു സൈഡിൽ തുറന്നപ്പോൾ ഒരു രഹസ്യ അറ അതിലുണ്ടായിരുന്നു. ആ കട്ടിലിന്റെ മുകൾ ഭാഗം ഉയർന്നതും ശരിക്കും അവിടെ നിന്ന് എല്ലാവരുടെയും കണ്ണു തള്ളിപ്പോയി. അതിൽ നിറയെ സ്വർണമായിരുന്നു. പൗനത്തായി മരുമക്കളോടും മകളോടും പറയുന്നുണ്ട് ഞാൻ അനാവശ്യമായിട്ട് ഒരു കാശും കളഞ്ഞിട്ടില്ല, നന്നായിട്ട് സമ്പാദിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്ത്രീകൾ ഒരിക്കലും ആരെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ പാടില്ല. കൈ കിട്ടുന്ന കാശിന്റെ നല്ലൊരു ശതമാനം സേവ് ചെയ്യാൻ സ്ത്രീകളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാരും. അങ്ങനെ ഞാൻ സേവ് ചെയ്തുണ്ടാക്കിയ കാശാണിത്. എന്റെ മകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ വയ്യാതായി കിടന്ന സമയത്ത് എന്റെ മകളോടൊപ്പം നിന്ന് നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചു. എന്റെ മക്കളൊക്കെ എനിക്ക് വേണ്ടിയിട്ട് കുറെ കാശ് ചെലവാക്കി കടക്കണിയിലായി. ഞാൻ ഈ സേവ് ചെയ്തതുപോലെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആരുടെയും മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥ നിങ്ങൾക്ക് ആർക്കും വരാൻ പാടില്ല. എല്ലാവരും സ്വന്തം കാലിൽ തന്നെ നിൽക്കണം. നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ആരും അറിയാതെ കുറച്ചെങ്കിലും കാശ് നമ്മൾ എപ്പോഴും സേവ് ചെയ്ത് വെക്കണം. ഇന്ന് ഈ നാട്ടിലുള്ള ഒരുപാട് വീടുകളെല്ലാം തന്നെ ആണുങ്ങളുടെ പേരിലാണ്. പക്ഷെ ഈ ഗ്രാമത്തിൽ ഈ ഒരു വീട് മാത്രം ഒരു പെണ്ണായ എന്റെ പേരിലാണ്. അത് ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് തന്നെയാണ്. കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരു സ്ത്രീക്ക് മാത്രമാണ് നല്ല രീതിയിൽ ഫ്രീഡം കിട്ടുന്നത്. സ്വാതന്ത്ര്യം നിങ്ങൾക്ക് പിന്നീട് ആരും തരേണ്ടതായിട്ടുണ്ടാകില്ല. അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് തന്നെയായിരിക്കും. അങ്ങനെ ഞാൻ മാറിയപ്പോഴാണ് ഞാൻ 60 വയസ്സിൽ സ്വതന്ത്രയായത്. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ സമ്പാദിച്ച കാശുകൊണ്ട് ചെയ്യാൻ തുടങ്ങിയത്. അറിവ് ഞാൻ എന്റെ മകൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവൾ ഒറ്റയ്ക്ക് സ്വന്തം കാലിൽ നിൽക്കുന്നത്. അവളുടെ ഹസ്ബൻഡ് അവളുമായിട്ട് വഴക്കിട്ടിട്ടും അവൾ തെരുവിലിറങ്ങേണ്ടി വന്നിട്ടില്ല. അവൾ 30-ാം വയസ്സിൽ സ്വതന്ത്രയായി. അതുകൊണ്ട് ഒരു കാരണവശാലും എപ്പോഴും വെറുതെ വീട്ടിലിരിക്കരുത്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളും അധ്വാനിച്ചെങ്കിലേ പറ്റൂ. പിന്നെ ഇതൊന്നും തന്നെ ഞാൻ ഒരാൾക്ക് കൊടുക്കുന്നില്ല. ഇത് നിങ്ങൾ 4 പേർക്കും വേണ്ടിയിട്ടുള്ളതാണ്. 4 പേരും പങ്കിട്ടെടുത്തുകൊള്ളാൻ പറയുന്നു. പൗനത്തായിയുടെ നന്മ എന്താണെന്ന് ആ സമയം ശരിക്കും അവരുടെ മരുമക്കൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. മരുമക്കളും മകളും ചേർന്നിട്ട് അതെല്ലാം പങ്കിട്ടെടുക്കുന്നു. പക്ഷേ ഈ സ്വർണ്ണമൊന്നും തന്നെ അനാവശ്യമായിട്ട് നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ചെലവാക്കാൻ കൊടുക്കരുതെന്നും പറയുന്നുണ്ട്. അപ്പോഴും സുർലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമായിരുന്നു. സുർലിയുടെ ഹസ്ബൻഡ് അവളെ ഒരുപാട് ടോർച്ചർ ചെയ്തതാണ്. ഇനി ആ ബന്ധം വേണ്ടാന്ന് തന്നെ അവർ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ഗ്രാമത്തിലെ എല്ലാവരെയും വിളിച്ചുകൂട്ടി അവിടെ വെച്ച് സുർലി ആ ബന്ധം അവസാനിപ്പിക്കുകയാണ്. പൗനത്തായിയാണ് എല്ലാത്തിനും അവളെ സപ്പോർട്ട് ചെയ്തത്. ഞാൻ നന്നായിക്കൊള്ളാന്ന് പലതവണ സുർലിയുടെ ഹസ്ബൻഡ് പറഞ്ഞെങ്കിലും അയാൾക്ക് ഇനിയൊരു ചാൻസ് കൊടുക്കാൻ പൗനത്തായി തയ്യാറായിരുന്നില്ല. മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യണമെന്ന് സുർലി ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് പൗനത്തായി പറയുന്നുണ്ട് നീ ഇനി ഒരു വിവാഹം കഴിക്കണമെന്ന്. അതിന് നിന്നെ ആരും എതിർക്കില്ലാന്ന്. പക്ഷെ ഇത്രയും വലിയൊരു മകനുണ്ട്, അവൻ തന്നെ കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് സുർലി ചോദിക്കുന്നു. ചെറുമകനോട് പൗനത്തായി ചോദിച്ചപ്പോൾ അമ്മ വിവാഹം കഴിച്ചോട്ടെ, പയ്യൻ ആരാന്ന് മാത്രമാണ് സുർലിയുടെ മകൻ ചോദിക്കുന്നത്. പൗനത്തായി സുർലിക്ക് വേണ്ടി കണ്ടെത്തിയത് പെന്നിക്യുക്കിനെയായിരുന്നു. സുർലി അയാൾ പൊന്നുപോലെ നോക്കുമെന്ന് പൗനത്തായിക്കറിയാം. അങ്ങനെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി സുർലിയുടെയും പെന്നിക്യുക്കിന്റെയും വിവാഹം നടത്തുന്നു. പെന്നിക്യുക്ക് ആഗ്രഹിച്ച പോലെ തനിക്ക് ഒരു കുടുംബം ഉണ്ടായതിൽ അയാൾ സന്തോഷിക്കുന്നു. അങ്ങനെ സന്തോഷത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെ നോക്കിക്കൊണ്ടിരിക്കുന്ന പൗനത്തായി കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.